വെൽക്കം ടു ക്രേസി വെജ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു പഴംപൊരിയാണ്. അപ്പോൾ പഴംപൊരി ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ? പക്ഷേ നമ്മുടെ വീട്ടിൽ വളരെ നാച്ചുറലായിട്ട് ബേക്കിംഗ് സോഡയൊന്നും ചേർക്കാതെ ഫ്ലഫി ആയിട്ടുള്ള പഴംപൊരി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ അര കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അര കപ്പ് മൈദയ്ക്ക് 2 ടേബിൾ സ്പൂൺ കടലമാവ് വേണം. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ്. അപ്പോൾ അരിപ്പൊടി നമുക്ക് എണ്ണ അധികം കുടിക്കാതിരിക്കാനും നല്ല ക്രിസ്പി ആയിട്ടിരിക്കാനും വേണ്ടിയിട്ടാണ് അരിപ്പൊടി ചേർക്കുന്നത്. അപ്പം അരിപ്പൊടി വറുത്തതാണെങ്കിലും കുഴപ്പമില്ല, വറുക്കാത്തതാണെങ്കിലും കുഴപ്പമില്ല. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് പഞ്ചസാരയാണ്. പഞ്ചസാര ഞാൻ 1.25 ടീസ്പൂൺ പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം പഴത്തിൻ്റെ മധുരം അനുസരിച്ചിട്ടാണ് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. ഇത് നന്നായിട്ട് പഴുത്ത പഴമാണ്. അപ്പോൾ നന്നായിട്ട് പഴുത്ത 2 പഴത്തിനാണ് ഞാൻ 2 പഴത്തിൻ്റെ വെച്ചിട്ടാണ് ഞാൻ പഴംപൊരി ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ലപോലെ പഴുത്ത പഴമായതുകൊണ്ട് എനിക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയുടെ ആവശ്യം വരുള്ളൂ. ഇനി പുളി ഉണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് മധുരം ചേർത്ത് കൊടുക്കണം. പിന്നെ എള്ള എടുത്തിട്ടുണ്ട്. എള്ള 1/2 ടീസ്പൂൺ എള്ള എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കാണുമ്പോൾ ഫ്രൈ ചെയ്ത് വെക്കുമ്പോൾ കാണുമ്പോൾ നല്ല ഭംഗിയാണ്. അതുപോലെ കഴിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അത് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇത് ഓപ്ഷണലാണ്, നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. പിന്നെ വേണ്ടത് ദോശമാവ് അല്ലെങ്കിൽ ഇഡലി മാവ് ഒരു 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇത് ഒരു ഫ്ലഫിനെസ് കിട്ടാനായിട്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇഡലി മാവ് അല്ലെങ്കിൽ ദോശമാവാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ വെളിച്ചെണ്ണ ഫ്രൈ ചെയ്യാനായിട്ടുള്ള ആവശ്യത്തിന്. ഇനി നമുക്ക് ഇതിൻ്റെ മാവ് തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് മൈദമാവും കടലമാവും അരിപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഞാൻ 1 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. അത് 1/2 ടീസ്പൂണിൻ്റെ സ്പൂണാണ്. അതിൽ 2 പ്രാവശ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്യാനായിട്ട് 1 നുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ദോശമാവ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 3 ടേബിൾ സ്പൂൺ ദോശമാവ് എടുത്ത് വെച്ചിട്ടുണ്ട്. ശരിക്കും ബേക്കിംഗ് സോഡയ്ക്ക് പകരമാണ് നമ്മളിവിടെ ദോശമാവ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഇത് പുളി അധികം ഇല്ലാത്തതായതുകൊണ്ടാണ് ഈ 3 ടേബിൾ സ്പൂൺ എടുക്കുന്നത്. നല്ല പുളിയുള്ള മാവാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്നതെങ്കിൽ 2 സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ ചേർത്ത ശേഷം നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് ലൂസാക്കി എടുക്കണം. അപ്പോൾ ഒരു ദോശയ്ക്കും ഒക്കെ നമ്മൾ ഉണ്ടാക്കുന്ന മാവ് തയ്യാറാക്കില്ലേ, ആ ഒരു രീതിയിലാണ് ഇവിടെ അത്രയും ലൂസിലാണ് നമ്മൾ ഇതിൻ്റെ മാവ് തയ്യാറാക്കി എടുക്കേണ്ടത്. അപ്പം വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. ഏകദേശം ഒരു 1/2 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇതിന് ഇതുപോലൊരു വിസ്കോ അല്ലെങ്കിൽ ഫോർക്കോ ഉപയോഗിക്കുക. ഇനി അല്ലെങ്കിൽ നമ്മുടെ കൈ ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്താലും മതി. ലംസ് ഒന്നും ഇല്ലാതെ നല്ല ക്ലിയർ ആയിട്ട് മിക്സ് ചെയ്തെടുക്കുക. അധികം കട്ടി കൂടി പോകരുത്, അതുപോലെ അധികം വെള്ളമായിട്ടും ഇരിക്കരുത്. ആ ഒരു രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഇത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. തീർച്ചയായിട്ടും ഇഡ്ഡലി മാവ് അല്ലെങ്കിൽ ദോശമാവ് ചേർക്കുകയാണെങ്കിൽ ഇത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്ത ശേഷം നമ്മൾ എടുക്കാവുള്ളൂ. ഇനി അതിനുള്ള സമയം നമ്മുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ 2 നുള്ളി ബേക്കിംഗ് സോഡ ചേർക്കുന്നതാണ് നല്ലത്. അപ്പോൾ എള്ള് നമുക്ക് അതിന് ശേഷം 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ചേർത്ത് കൊടുത്താൽ മതി. 1 മണിക്കൂർ കഴിഞ്ഞു നമ്മൾ എള്ള് ചേർത്ത് കൊടുക്കുകയാണ്. ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് വയ്ക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ ആ പഴം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ പ്രത്യേകിച്ച് മാവിന് വ്യത്യാസമൊന്നും വന്നിട്ടില്ല, പക്ഷേ നമുക്കത് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് മനസ്സിലാവും, നല്ല ഫ്ലഫി ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് പഴം ഇങ്ങനെ ഒരു 4 പീസസ് ആയിട്ട് അതിന് സ്ലൈസ് ചെയ്ത് എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എൻ്റെ ഫ്രൈങ് പാൻ ചെറുതായതുകൊണ്ട് ഞാനത് നടുക്കൂടെ ഒന്നുകൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ 4 സ്ലൈസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അങ്ങനെ മൊത്തം 2 പഴം കട്ട് ചെയ്തിട്ട് ഒരു 16 പഴംപൊരി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ മാവ് നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പഴം ഇട്ട് കൊടുക്കാം. ഈ സമയം കൊണ്ട് കടായിൽ എണ്ണ വെച്ചിട്ട് അത് നന്നായിട്ട് ചൂടാക്കി എടുക്കുക. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയ ശേഷമാണ് നമ്മൾ ഈ മാവിലേക്ക് മുക്കി ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ മാവ് ലൂസ് ആണെന്നുണ്ടെങ്കിൽ ഈ പഴം ഇങ്ങനെ മുക്കി എടുക്കുന്ന സമയത്ത് അതിൽ ഇങ്ങനെ കോട്ട് ചെയ്തിരിക്കത്തില്ല. കോട്ട് ചെയ്തിരിക്കാതെ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും പഴം വെള്ളം കുറവാണെന്നുള്ള കാര്യം. അപ്പോൾ അതുകൊണ്ട് വെള്ളം ബാലൻസ് ചെയ്തിട്ട് വേണം നമ്മൾ പഴം മുക്കി കൊടുക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ അത് തിരിച്ച് മറിച്ച് വിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ ഒരു കാര്യം, നമ്മളിവിടെ കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടിയോ അല്ലെങ്കിൽ ഫുഡ് കളറോ ഒന്നും ചേർത്തിട്ടില്ല. സാധാരണ നമ്മൾ വീടുകളിൽ ഉണ്ടാക്കുമ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാറുണ്ട്. പക്ഷേ ഇവിടെ നമ്മളിതൊന്നും ചേർത്തിട്ടില്ല. ഇതൊന്നും ചേർക്കാതെ തന്നെ നമുക്ക് നല്ല ഗോൾഡൻ കളറിലുള്ള നല്ല ഭംഗിയുള്ള പഴംപൊരി തയ്യാറാക്കിയെടുക്കാം. പിന്നെ ആ എണ്ണ ഏതെങ്കിലും കോട്ടായിട്ടിരിക്കുമ്പം നല്ലൊരു പ്രത്യേക ഭംഗിയാണ് കാണാനും കഴിക്കാനും. അതേപോലെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല രുചിയാണ്. കണ്ടില്ലേ, നല്ല ഗോൾഡൻ കളറിൽ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ
അപ്പം കളറേ ചേർത്തിട്ടില്ല നമ്മൾ. ആ ഒരു സ്റ്റെപ്പ് നമ്മൾ ഇതിനകത്ത് കംപ്ലീറ്റ്ലി ഒഴിവാക്കിയിട്ടുമാണ്. അപ്പം ഇങ്ങനെ നമുക്ക് ബാക്കിയുള്ള എല്ലാ പഴവും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.